ഹായ്, ഞാൻ വൈശാഖ്. ഇന്ന് നമുക്ക് കുറച്ച് അറിയാ കഥകളാവാം അല്ലേ? ഒരു സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തിട്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റാതെ ആ ഗാനം മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തരത്തിൽ രണ്ട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ അറിയാ കഥകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചന്ദ്രലേഖ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനം. ഈ സന്ദർഭത്തിന് വേണ്ടിയിട്ട് സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസുമാര് മറ്റൊരു ഗാനമായിരുന്നു ചിട്ടപ്പെടുത്തിയത്. അത് ഇതായിരുന്നു. സംവിധായകൻ പ്രിയദർശന് ആ ട്യൂണൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സിനിമയിൽ ചന്ദ്രലേഖയിൽ ആ സന്ദർഭത്തിൽ ആ പാട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസുമാരോട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾ ചെറിയ സിനിമകൾക്കോ മറ്റൊന്നും വേണ്ടിയിട്ട് ഈ ട്യൂൺ ഉപയോഗിക്കരുത്. കല്യാണരാമൻ എന്ന സിനിമയുടെ സോങ് റെക്കോർഡിംഗ് നടക്കുന്ന സമയം സംവിധായകൻ ഷാഫി സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസുമാരോട് പറഞ്ഞു, എനിക്കിതേ ഇതുപോലൊരു പാട്ട് വേണം. ആ പാട്ടൊക്കെ കേട്ട് ബേണി ഇഗ്നേഷ്യസുമാര് ഷാഫി സാറിനോട് പറഞ്ഞു, അതുപോലൊരു പാട്ടില്ല, പക്ഷെ വേറൊരെണ്ണം തരാമെന്ന്. അങ്ങനെ അവർ ചന്ദ്രലേഖയ്ക്ക് വേണ്ടി ട്യൂൺ ചെയ്ത ആ മ്യൂസിക് കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ ചന്ദ്രലേഖയിലെ ആ സന്ദർഭത്തിന് വേണ്ടി ഒരുക്കിയ പാട്ട് കല്യാണരാമന്റെ നട്ടെല്ലായി മാറി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ. കല്യാണരാമൻ തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ എൻഡ് ക്രെഡിറ്റ് കാണാതെ ആളുകളെ ഇറക്കി വിടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അത്രേ. ആ സമയത്ത് ആളുകൾ വാശി പിടിച്ച് ദാസേട്ടന്റെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി വീണ്ടും 5 മിനിറ്റ് ഇരുന്നതൊക്കെ വാർത്തയായിരുന്നു. ഇതേ കല്യാണരാമന്റെ സോങ് റെക്കോർഡിംഗ് സമയത്ത് മറ്റൊരു ട്യൂൺ കൂടെ ബേണി ഇഗ്നേഷ്യസുമാർ ഷാഫി സാറിന് കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ആ ട്യൂൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു ആ ട്യൂൺ. പക്ഷെ ഒരു കാരണവശാലും ആ ട്യൂണ് കല്യാണരാമനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. സന്ദർഭത്തിന് അനുയോജ്യമല്ലായിരുന്നു. പക്ഷെ ഷാഫി സാറിന് അത് ഭയങ്കര വിഷമമായിരുന്നു. കല്യാണരാമൻ റിലീസ് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഷാഫി സാർ ബേണി ഇഗ്നേഷ്യസുമാരെ വിളിച്ചിട്ട് ഒരു ട്യൂൺ പാടി കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അവര് ചോദിച്ചു, ഇത് ഏതായി പാട്ട്? ഷാഫി സാർ പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ ട്യൂൺ ചെയ്ത മ്യൂസിക് ആണ്. എന്നിട്ട് കാര്യം പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഈ ഒരു മ്യൂസിക് ട്യൂൺ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇനി എൻ്റെ അടുത്ത സിനിമ ഉണ്ടാവാൻ പോകുന്നത്. ആ സിനിമയായിരുന്നു പുലിവാൽ കല്യാണം. കല്യാണരാമനിൽ ഉപയോഗിക്കാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയ ആ പാട്ട് പിന്നീട് പുലിവാൽ കല്യാണം എന്ന സിനിമ സംഭവിക്കാൻ തന്നെ കാരണമായി. ആ പാട്ടാണ് ഇതൊക്കെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ ബേണി ഇഗ്നേഷ്യസിലെ ബേണി സാർ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ അറിയാവുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത പാട്ടുകളെ പറ്റിയുള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അത് മറ്റുള്ളവർക്ക് കാണാനും വായിക്കാനും ഒക്കെ രസമായിരിക്കും. അത് പുതിയ അറിവുമായിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഈ അറിയാക്കഥകൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതിന്റെ യഥാർത്ഥ സോഴ്സുകളിൽ നിന്ന് അത് ചെകഞ്ഞെടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് മുന്നിൽ ഏറ്റവും വ്യക്തതയോടെ ഞാനത് അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.